ഈ പേരൂർക്കട സ്റ്റേഷനിൽ ദളിത് സ്ത്രീയെ വ്യാജമാല മോഷണ കുറ്റം ചുമത്തി പിടിച്ച സംഭവം ഉണ്ടല്ലോ. അപ്പൊ ആ സംഭവത്തില് വീട്ടുടമയ്ക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. വീട്ടുടമസ്ഥയായ ഓമന ഡാനിയലിനെതിരെയാണ് കേസെടുത്തത്. ഓമനയുടെ മകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ബിന്ദു ആവശ്യപ്പെട്ടു. എന്നെ കള്ളക്കേസ് കുടുക്കിയ ഓമന ഡാനിയെയും മകളെയും ഇത്രയും വേഗം അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക. അതിനുശേഷം ഈ ഓമന ഡാനിയിൽ കൂട്ടുനിന്ന പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്ന് എനിക്കിത്രേ പറയാനുള്ളൂ. എന്നെ കള്ളക്കേസ് കുടുക്കി എന്നെ വേദനിപ്പിക്കുകയും എൻ്റെ ജോലി നഷ്ടപ്പെടുത്തുകയും എൻ്റെ ഉപജീവന മാർഗമാണ് ഇവരെ നഷ്ടപ്പെടുത്തിയത്. മീര ചേരുന്നുണ്ട്. നമുക്കിപ്പം മീര, ബിന്ദുവിന്റെ വാക്കുകൾ നമ്മൾ കേട്ടു. പോലീസിന്റെ തുടർ നടപടികൾ എങ്ങനെയാണ്? ബിന്ദു സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആ നീണ്ട 20 മണിക്കൂർ തന്നെ മാനസികമായി പീഡിപ്പിച്ച് അവർക്കെതിരെ നടപടി ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ഇപ്പോൾ പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഈ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ 2 ആഴ്ച കൂടി സമയം തേടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ SC/ST കമ്മീഷൻ ഈ കേസിൽ ഇടപെടുകയും ഈ വീട്ടുടമസ്ഥക്കെതിരെ കേസ് എടുക്കണമെന്നൊരു നിർദ്ദേശം വെക്കുകയും ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ പേരൂർക്കട സ്റ്റേഷനിൽ ഭാഗമായി ഈ വീട്ടുടമസ്ഥ ഓമന ഡാനിയലിനെതിരെ കേസെടുത്തിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ഈ എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഓമന ഡാനിയൽ തന്റെ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ബിന്ദു മാല എടുത്തു എന്ന് തന്നെയായിരുന്നു ആ ഒരു മൊഴി. എന്തായാലും പിന്നീട് ആ മാല കിട്ടിയ സാഹചര്യത്തിലും ഈ ബിന്ദുവിനെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. നീണ്ട 20 മണിക്കൂറോളം ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ ആ പോലീസ് സ്റ്റേഷനിൽ പേരൂർക്കട സ്റ്റേഷനിലിരുന്ന് ബിന്ദു അനുഭവിച്ചത് എത്രത്തോളമായിരുന്നു? അത് ഇപ്പോൾ മീര പറയാൻ തുടങ്ങിയതുപോലെ കുടിവെള്ളം പോലും ഇല്ലാതെ 10-20 മണിക്കൂർ ഒരു വിഷയത്തിൻ്റെ മേലെ പിടിച്ചിരുത്തിയ സംഭവമൊക്കെയാണ്. അപ്പോൾ അതിലിപ്പോൾ വീട്ടുടമസ്ഥക്കെതിരെ നടപടി വരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു നമ്മുടെ മീര.